ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മക്കളെ വിശേഷം? അപ്പം നമ്മൾ ഇതുവരെ ആരും കഴിക്കാത്തൊരു ചിക്കൻ കറിയും നമ്മൾ ഒരു അടിപൊളി നെയ്ച്ചോറും കഴിക്കാം. നമുക്ക് വരൂ മക്കളെ. അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഇവിടുത്തെ വെളിച്ചെണ്ണ അല്ലേ കട്ട പിടിച്ചിക്കുക. അപ്പോൾ AC ഇടുമ്പോഴേ കട്ട പിടിച്ചിക്കുക വെളിച്ചെണ്ണ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾക്ക് പട്ട 2 കഷ്ണം പട്ട, 2 ഏലക്കായ, 1 ഗ്രാമ്പു ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി കറിയാണ് മക്കളെ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കതിലേക്ക് 2 സവാള, ചെറിയ 2 മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞതാണ്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് നമുക്ക് കറി വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. നമ്മൾ കഴിക്കണത് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണം കേട്ടോ. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിലുണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് 2-3 പച്ചമുളകും നമ്മൾ കീറിയിടുകയാണ്. നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വന്നാൽ നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ്, നിറച്ചൊരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വാറ്റി കൊടുക്കാം മക്കളെ. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശക്കും പൊറാട്ടക്കും പത്തിരിക്കും എല്ലാവർക്കും പറ്റിയൊരു കറി നെയ്ച്ചോറിലേക്കും. ഞാൻ അപ്പം ഇത് ഉണ്ടാക്കണം നെയ്ച്ചോറിലേക്കാട്ടോ. നമുക്ക് അതിൻ്റെ പച്ചമണം പോയി കിട്ടും. നമുക്ക് മക്കളെ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 സ്പൂൺ എരിയില്ലാത്ത പൊടിയാണ് ഇത് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇത് 3 പൊടി. നമ്മളിതിൽ ചിക്കൻ മസാല ഇടുന്നില്ല. ഇതിൽ നമ്മൾ ഗരം മസാല ഇടുന്നില്ല. അതൊന്നും ഇടാത്ത നാടൻ ഒരു ചിക്കൻ കറിയാണിത് കേട്ടോ. അപ്പോൾ ഈ പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഈ 3 പൊടി മാത്രം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ അത് കിടന്നിട്ട് നല്ലൊരു ഇതാകണം, നല്ല ജോഡിയാകണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താക്കാം, ഒരു തക്കാളി, ഒരൊറ്റ തക്കാളി ഒന്ന് മിക്സർ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം മക്കളെ. തക്കാളി അരച്ചിട്ട് ഇതിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു കുറുകിയോട് കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തക്കാളി അരക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ആ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാട്ടിക്കൊടുക്കാം മക്കളെ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫസ്റ്റ് ഒന്ന് പൊരിച്ച് മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. മസാലയൊക്കെ നല്ലതുപോലെ വാടിയെന്ന് കണ്ടാൽ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഒരു ചിക്കനിൽ ഞാൻ പകുതി കറി വെക്കാനെടുത്തു, പകുതി പൊരിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിച്ച് വേറെ സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ തക്കാളി അരച്ച മിക്സി ഉണ്ടല്ലോ, തക്കാളി അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് കുറിയോടുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ തക്കാളി അരച്ചിട്ട് ആ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ചിക്കൻ പൊരിക്കണിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉള്ളിലൊന്നും ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മക്കളെ. ഇനി ഇതൊന്ന് നമുക്ക് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
കുറിയോട് കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നൊരു തള വന്നാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ കറിയാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾക്ക് ചോറ് വെക്കാൻ പോവുകയാണ് കേട്ടോ. ചോറിൽ നമ്മൾ വെളിച്ചെണ്ണ 1 സ്പൂൺ നെയ്യ് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒരു അരമുറി സവാളയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഇതാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അപ്പം നമ്മളെ ചോറ് റെഡിയായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു വെളുത്തുള്ളി ഒരൊറ്റ വെളുത്തുള്ളി ചതച്ചിട്ടാണ് നെയ്യിൽ അത് ഇട്ടിട്ടാൽ നെയ്ച്ചോറിലേക്ക് നല്ല രുചി ഉണ്ടാവും. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ പഞ്ചസാരയും പാടെ കൂടിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ചോറിൽ ക്യാരറ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. 1/4 സ്പൂണോ 1/2 സ്പൂൺ ഉണ്ടാവും കേട്ടോ പഞ്ചസാര. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ്. അപ്പോൾ ചോറ് നല്ല മയം വരാനും നല്ല രുചി കിട്ടാനും വേണ്ടിയിട്ടാണ് പഞ്ചസാര ചോറിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളച്ച് വന്നാലും നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ഇട്ടതിനോട് കൂടെ തന്നെ നമ്മൾ ചോറൊക്കെ നല്ല ടേസ്റ്റിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല നെല്ലിട്ട് ചോറും അരിയും വെള്ളം പാടെ ഒപ്പമായി വന്നാൽ പിന്നെ നമുക്ക് ചെറിയ തീയിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി അടിപൊളി ചോറായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് നമ്മൾ നെയ്ച്ചോറായി എന്ന് പറയുന്നത്. അടിപൊളി ചോറായിരുന്നു.